ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് നിർണായക ദിവസമാണ്. ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നാണ് വിധി പറയുക. പ്രതി ഉന്നത ബന്ധമുള്ള ആളാണ്. വാദിയെയും സാക്ഷികളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായോ പ്രതികൂലമായോ എങ്ങനെയാണ് കാര്യങ്ങൾ നീളുന്നത്? വെരി ഗുഡ് മോർണിംഗ്. തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയേണ്ടത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദമാണ് കോടതിയിൽ നടന്നത്. കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അടച്ചിട്ട കോടതി മുറിയിൽ വാദം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അതിജീവിതയുടെ പേരുവിവരങ്ങളടക്കം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ട മുറിയിലെ വാദം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഈ പ്രതിഭാഗം അഭിഭാഷകരായ ശാസ്ത്രമംഗലം അജിത് കുമാറിനോടൊപ്പം അദ്ദേഹത്തോടക്കം ഇത് അടച്ചിട്ട മുറിയിൽ വേണോ എന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ച് അങ്ങനെ നടക്കട്ടെ എന്ന് അവരും അംഗീകരിക്കുകയായിരുന്നു. ഈ അടച്ചിട്ട കോടതി മുറിയിൽ നടന്ന വാദത്തിൽ ഏറ്റവും പ്രധാനമായ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. അത് ഇവരുടെ ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിൽ എല്ലാ ബന്ധങ്ങളും ഇവർ ഒരുമിച്ച് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് നടത്തിയത് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചാറ്റുകളാണ് ഈ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചത് എന്നുള്ളതാണ് അഭിഭാഷകർ പറയുന്നത്. എന്തായാലും അത് നിലവിൽ കോടതിയുടെ പക്കലുണ്ട്. അതേസമയം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഈ പരാതിക്കാരിയുടെ ഒരു മൊഴിയെടുത്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ CD-യിലാക്കിയും സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിർണായകമായ 2 രേഖകളാണ് ഇന്നലെ കോടതിക്ക് മുമ്പിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വന്നത്. മറ്റൊരു വാദം ഈ കോടതിയിൽ ഉണ്ടായത് അത് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് പ്രതിഭാഗം ഉന്നയിച്ചതാണ്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയല്ല, സെഷൻസ് കോടതിയാണ് എന്നൊരു വാദം ഇന്നലെ ഈ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിക്കും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാം എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രോസിക്യൂഷൻ വാദം മുന്നോട്ട് വെച്ചതോടുകൂടിയാണ് വാദം മുന്നോട്ട് പോയത്. എന്തായാലും അതീവ നിർണായകമാണ് ഇന്നത്തെ ഈ ജാമ്യവിധി. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ അതോ തള്ളുമോ, സെഷൻസ് കോടതിയിലേക്ക് വീണ്ടും പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുന്നതിനെ പറഞ്ഞുകൊണ്ട് ഇന്നലെ കോടതിയിൽ വാദിച്ചത്. പ്രതി ഉന്നത സ്വാധീനമുള്ള ആളാണ്. ജാമ്യം കിട്ടിയാൽ സാക്ഷികളെയും വാദിയെയും ഒക്കെ സ്വാധീനിക്കാനും നിലവിലുള്ള തെളിവുകൾ നശിപ്പിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ഇതുവരെ രാഹുലിനെ ലാപ്ടോപ്പ് കണ്ടെടുക്കാനോ അതിലുള്ള നിർണായക രേഖകൾ വീണ്ടെടുക്കാനോ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലൊക്കെ രാഹുലിന് ജാമ്യം നൽകരുത് എന്നുള്ള ശക്തമായ വാദമാണ് നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തിരുവല്ല കോടതി ഈ ജാമ്യ ഹർജിയിൽ വിധി പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.